ഇപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ക്ലച്ച് എന്തിനാണ്, ഗിയർ എന്തിനാണെന്നാണ് പഠിക്കാൻ പോണത്. അതായത് നമ്മുടെ വണ്ടി ഗിയറുള്ള വണ്ടിയാണ്. അതായത് ഓട്ടോമാറ്റിക് വണ്ടിയല്ല, മാനുവലായിട്ടുള്ള ഗിയറുള്ള വണ്ടിയാണ്. അപ്പം നമ്മൾ ഇപ്പം ഗിയർ ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. അപ്പം നമ്മളിത് ഇടത്തെ കാല് വെച്ചിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് നമ്മൾ ഗിയർ തുടങ്ങാൻ പോകണം കേട്ടോ. അതായത് നമ്മളുടെ ഗിയർ എന്താ പറഞ്ഞത്, ഗിയർ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് നമ്മൾ കണ്ടു, അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഗിയർ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയർ ഇടാനായിട്ട്. അതായത് ഈ വണ്ടിയുടെ തലച്ചോറാണെന്ന് പറയും ഗിയർ. നമ്മളുടെ വണ്ടി ഗിയർ ഇടുന്നതിനനുസരിച്ചാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് വരുന്നത്. ഫസ്റ്റ് ഗിയറിൽ നമുക്ക് പരമാവധി ഒരു 20 അല്ലെങ്കിൽ 30 കിലോമീറ്റർ വരെ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ സ്പീഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, പിന്നെ സ്പീഡ് എടുത്തു, പിന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടു, പിന്നെ നമ്മൾ തേർഡ് ഗിയർ ഇട്ടു. അങ്ങനെ നമ്മൾ ഇപ്പം വണ്ടി നമ്മൾ മുമ്പോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം സ്പീഡ് വേണോ അതിനനുസരിച്ചാണ് നമ്മൾ ഗിയർ ഇടുന്നത്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ ഗിയർ. ഗിയറിൻ്റെ ഇതിപ്പോൾ ന്യൂട്രാണ്. നമ്മൾ ന്യൂട്രാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ വെറുതെ ഇളക്കി നോക്കുമ്പോൾ ഇത് എവിടെ ഇളകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ന്യൂട്രാണോ എന്ന് നമ്മൾ നോക്കണത്, ഇങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ന്യൂട്രാണോ എന്ന് നോക്കണത് ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് ഗിയർ ഇനി അങ്ങോട്ട് പോവില്ല, അവിടെ ഗിയറാണ്. ഇതുണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ ന്യൂട്രാണ്, അതിൻ്റെ താഴെ ഇതുണ്ടോ അത് ഗിയറാണ്. അങ്ങനെയാണ് നമ്മൾ ന്യൂട്രാണോ എന്ന് നോക്കണത്. നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ തുടങ്ങുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് ഗിയറിനെ പറ്റിയിട്ട് വലിയ പിടിപാടില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇളക്കി നോക്കും. നമുക്കപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഇളകുന്നുണ്ട്. നമ്മൾ നേരെ സെൻറ്ററിലേക്ക് ആക്കി കഴിയുമ്പോൾ അവിടെ ഇതേ ഇളകുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴും അവിടെ ഇളകുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ് ഒരായ ആൾക്ക് മാത്രമാണ് ഈ അടിയിലൊരു പിടുത്തമുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവർ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടോ അത് ഇളകുന്നുണ്ട്, ഇവിടെ ഇളകുന്നുണ്ട് അല്ലേ, താഴെയും ഇളകുന്നുണ്ട്, അങ്ങനെ അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതിനെ ന്യൂട്രൽ ഏതാണെന്ന് അവർക്ക് സംശയമാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രലാണോ എന്ന് സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗം ഇതുണ്ടോ, ഇത് ഗിയറാണ്. ഇവിടുന്ന് എങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റില്ല എന്നുണ്ട്, ഇവിടുന്ന് താഴേക്ക് പോവില്ല, അത് ഗിയറിൽ കിടന്നു. നേരെ സെൻറ്ററിലേക്ക് ഇട്ടു, നേരെ മുകളിലേക്ക് ഇട്ടു, ഇതുണ്ടോ അവിടെയും ഗിയറാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ന്യൂട്രലാണോ എന്ന് നോക്കണത്. മാറണേന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ന്യൂട്രലാണോ എന്ന് നമ്മൾ നോക്കിയല്ലോ, നമ്മൾ ന്യൂട്രലാണോ എന്ന് നോക്കി. അതുകൊണ്ട് അപ്പോൾ ന്യൂട്രലാണ് കിടക്കണത്. ഇനി നമ്മൾ ഗിയറിലേക്ക് ഇടുകയാണ്. അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഇതുണ്ടോ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡ് എൻഡ് വരെ ഇതുണ്ടോ ഈ എൻഡ് വരെ തട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കണ്ടോ മുകളിലേക്ക് ഇട്ടു, ഫസ്റ്റ് ഗിയർ. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുവാണ്. കണ്ടോ ന്യൂട്രലിലേക്ക് വന്നു. ഈ എൻഡ് വരെ, ആ ഇടത് സൈഡിലെ എൻഡ് വരെ നമ്മൾ തട്ടിയിട്ട് കണ്ടോ താഴേക്ക്, അങ്ങനെ തന്നെ താഴേക്ക് ഇടുമ്പോൾ ഉണ്ടോ ഈ എൻഡ് വരെ കണ്ടോ, ഈ എൻഡ് വരെ, അതായത് ലെഫ്റ്റ് സൈഡ് ആ സീറ്റിനോട് ചേർന്ന് നേരെ മുകളിലേക്ക് ഫസ്റ്റ് ഗിയറാണ്. ഇത് കണ്ടോ ന്യൂട്രലിലേക്ക് വന്നു, ലെഫ്റ്റ് സൈഡ് ചേർത്ത് തട്ടിയിട്ട് നേരെ താഴേക്ക് സെക്കൻഡ് ഗിയറാണ്. ഇനി നമ്മൾ തേർഡിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഈ കാണുന്നതാണ്, നേരെ മുകളിൽ കാണുന്നതാണ് ഫസ്റ്റ് ഗിയർ. അതിൻ്റെ ഈ സെൻറ്ററിൽ, അതായത് ഈ സെൻറ്റർ ഫുൾ ഇവിടെ വരെയും സെൻറ്ററിൽ ന്യൂട്രാണ് കേട്ടോ. അതാണ് ഇത് ന്യൂട്രാണ്. അതിൻ്റെ നേരെ ഇത് കണ്ടോ താഴെ ലെഫ്റ്റിലേക്ക് തന്നെ ചേർന്നത് കണ്ടോ സെക്കൻഡ് ഗിയർ. പിന്നെ കുറച്ച് ഇത് കണ്ടോ മുകളിലേക്ക് റൈറ്റിലേക്ക് വന്നിട്ട് നേരെ മുകളിൽ തേർഡ്, നേരെ താഴെ ഫോർത്ത്, ഇതുണ്ടോ നന്നായിട്ട് റൈറ്റിലേക്ക് വന്നിട്ട് അഞ്ചാമത്തെ ഗിയറാണ്. നേരെ പുറകിൽ റിവേഴ്സ് ഗിയറാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലുള്ളത് 5 മുമ്പോട്ട് ഓടുന്ന ഗിയറും ഒരു പുറകിലേക്ക് എടുക്കുന്ന റിവേഴ്സ് ഗിയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഗിയറുകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലച്ച് ഫുള്ള് ചവിട്ടുകയാണ് കേട്ടോ. നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് കണ്ടോ നമ്മൾ ഗിയർ ഇടാൻ പോവുകയാണ്. ന്യൂട്രലാണ് നമ്മൾ കിടക്കണത് അല്ലേ, ന്യൂട്രലാണ് കിടക്കണത്. അപ്പോൾ നമ്മളിത് ഗിയർ ആ എൻഡ് വരെ, അതായത് ലെഫ്റ്റ് എൻഡ് വരെ തട്ടിയിട്ട് നേരെ മുകളിലേക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടു. കണ്ടോ വീണ്ടും നമ്മൾ ന്യൂട്രലിലേക്ക് വന്നു. കണ്ടോ ആ എൻഡ് വരെ തട്ടിയിട്ട് താഴേക്ക് ഇട്ടു, സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. ഇതുണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് തട്ടി തേർഡ്. അതിൻ്റെ
ഇതുണ്ടോ, ഈ നമ്മൾ ഈ ന്യൂട്രലിലേക്ക് ഇടുമ്പോൾ ഈ സെന്ററിലാണ് ഇത് വന്ന് കിടക്കുക. ഈ ലിവർ ഇവിടെ വന്ന് കിടക്കുന്നത് ഈ തേർഡിന്റെയും ഫോർത്തിന്റെയും സെന്ററിലേക്കാണ് വരിക. അപ്പൊ നമ്മളിതിന്റെ 1ലേക്ക് ഇടുമ്പോഴും അല്ലെങ്കിൽ 2ലേക്ക് ഇടുമ്പോഴും 5ലേക്ക് ഇടുമ്പോഴും അതായത് സൈഡിലേക്ക് നമ്മളിത് ഈ ലിവർ ഇങ്ങനെ വലിക്കണം. അതായത് ഇപ്പോൾ 1ലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ അങ്ങോട്ട് തള്ളിയിട്ട് ഇതുണ്ടോ, ലെഫ്റ്റിലേക്ക് തള്ളിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് ഇടാനായിട്ട്. ഇതുണ്ടോ, സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ന്യൂട്രലിന്റെ ഈ ഫോർത്തിന്റെയും തേർഡിന്റെയും ഇങ്ങനെ സെന്ററിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഇതുണ്ടോ ഈ എൻഡ് വരെ തട്ടിയിട്ട് താഴേക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. നമ്മളിത് തേർഡിലേക്ക് ഇടുകയാണ് കേട്ടോ. കുറച്ച് റൈറ്റിലേക്ക്, നേരെ മുകളിൽ തേർഡ്, അതിന്റെ നേരെ ഇതുണ്ടോ ഫോർത്ത്. ഇനി നമ്മൾ 5ലേക്ക് ഇടുകയാണ്. ന്യൂട്രലിലേക്ക് വന്നിട്ട് ഇതുണ്ടോ ഈ എൻഡ് വരെ തട്ടിയിട്ട് നേരെ മുകളിലേക്ക് നമ്മൾ 5ലേക്ക് ഇട്ടു. ഇനി നമുക്ക് റിവേഴ്സ് ആണ് ഇടേണ്ടതെങ്കിൽ നമ്മൾ ഓട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ റിവേഴ്സ് ഗിയർ ഇടില്ല. ഇത് 5 മുമ്പോട്ട് ഓടാനുള്ള ഒരു ഗിയർ ആണത്. നമുക്ക് റിവേഴ്സ് ഇടണമെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് റിവേഴ്സ് ഇടുക. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇടണം എന്നുണ്ടെങ്കിൽ നേരെ അതിന്റെ പുറകിലേക്ക് തട്ടിയാൽ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രലിലേക്ക് വന്നു. ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നത് കണ്ടോ, തേർഡിന്റെ ഫോർത്തിന്റെ സെന്ററിലേക്കാണ് ലിവർ വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ സീറ്റിനോട് ചേർന്ന്, അതായത് ഡ്രൈവർ സീറ്റിനോട് ചേർത്ത് റൈറ്റ് സൈഡിലേക്ക് കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് നന്നായിട്ട് ചേർത്തിട്ട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്നത്. ഈ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ടിനും ഒരു വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. കണ്ടോ.